അതേപോലെ ഇന്നലെ അനോമി തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പം ഒരുപാട് പ്രേക്ഷകർ ഭാവനെ നേരിട്ട് കണ്ടിട്ട് അവരുടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഓഡിയൻസ് ഭാവനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് മേക്കേഴ്സ് ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഭാവനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കംബാക്കിന് ശേഷമുള്ള ഭാവനെ എത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ടാണ് സമീപിക്കേണ്ടത്? ഭാവന അല്ലെങ്കിൽ എത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ കംബാക്ക് എന്നൊന്നും പറയുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ ഉപയോഗിക്കില്ല. കംബാക്കാണ് എൻ്റെ കംബാക്ക് ഒന്നുമില്ല. ഞാനും കുറച്ചു കാലം മുമ്പും സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ, ഈ ക്യാരക്ടർ, ഈ പ്രോജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തു. പക്ഷെ ഈ സിനിമ ഇനി വന്നത് കൊണ്ട് ഞാനിനി അടുത്ത മാസം തന്നെ അടുത്ത സിനിമ ചെയ്യും, അതിൻ്റെ അടുത്ത മാസം എനിക്ക് റിലീസ് അടുത്തുണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഒരു മേക്കറിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്, ഒരു ഫിലിം മേക്കറിന് ഇത് ഭാവന ചെയ്താൽ കറക്റ്റായിരിക്കും എന്നുള്ളൊരു ക്യാരക്ടർ വരുമ്പോഴേ അവരെന്നെ വിളിക്കുകയുള്ളൂ. അല്ലാതെ ഭാവന ഇപ്പോൾ ഒരു കംബാക്ക് നടത്തിയ കാരണം അടുത്ത സിനിമയിൽ ഭാവനേനെ അങ്ങ് വിളിച്ചേക്കാന്ന് ആരും പറയില്ല. അതുകൊണ്ട് ഒരു നല്ല ക്യാരക്ടറാണ് ഇത്, ഭാവന ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നതാണ്. അത് ഞാൻ കേട്ടിട്ട് എനിക്ക് ഓക്കെ ആകുമ്പോഴാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 3 മാസം എടുക്കാം, 4 മാസം എടുക്കാം, ചിലപ്പോൾ 6 മാസം എടുക്കാം. അപ്പോൾ ഒരു കംബാക്ക് നടത്തിയ ഉടനെ ഇനി ഞാൻ അടുത്ത എല്ലാ മാസവും റിലീസ് വെക്കുന്ന എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് റോങ് യൂസ് ഞാൻ ഉപയോഗിക്കില്ല കംബാക്ക് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇന്ന പോലത്തെ ക്യാരക്ടറൊന്നുമില്ല. അവർക്ക് ഇത് ഭാവന ചെയ്താൽ ഓക്കെ ആയിരിക്കും കൺവിൻസിങ് ഉള്ള ക്യാരക്ടറുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കമ്മിറ്റ് ചെയ്യും.